സന്യാസിമാരും ആചാര്യന്മാരും രാഹുൽ ഗാന്ധി സഭയുടെ രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ ഇതാ ആശ്രമ മൈതാനത്ത് ആചാര്യന്മാരെ മെത്രാപ്പൊലീത്തന്മാരെ ബിഷപ്സ് എല്ലാവരും ചേർന്ന് ഇവിടെ ഒന്നിച്ചു നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഇവിടെ ശരിക്കും എന്താണ് രാഹുൽ ഗാന്ധിയുടെ ആശ്രമ മൈതാനത്തിൽ ഇവിടെ ഈ അന്തരീക്ഷത്തിൽ അലയടിക്കേണ്ടത്, അതായത് മതാതീതമായ മതദർശനം നമുക്ക് സംജാതമാക്കണം. ആചാരങ്ങൾക്കപ്പുറമുള്ളതായ ആധ്യാത്മികതയാണ് ഇവിടെ നമ്മുടെ ലക്ഷ്യമായി തീരേണ്ടതും. ഇവിടെ അങ്ങനെയാണ് ഗാന്ധിയുടെയും ഗുരുവിന്റെയും ശതാബ്ദിയാഘോഷം ഉദ്ഘാടനം ചെയ്യുവാൻ എല്ലാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു. കോട്ടയത്തിൽ നിന്ന് ചിങ്ങവനത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ ഞാനായ സുറിയാനി സഭയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ എന്നെ ഇതിൻ്റെ ഭാരവാഹികളെ ക്ഷണിക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ചിന്തയിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ട് അഹിംസയുടെയും സത്യത്തിൻ്റെയും സാമുദായിക ഐക്യത്തിൻ്റെയും കാലാതീതമായ ആദർശങ്ങളല്ലേ ഈ കൂടിവരവിന്റെ രാജീവ് ഗാന്ധി ഫൗണ്ടേഷനും ശിവഗിരി മഠവും സംയുക്തമായി നടത്തുന്ന മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണഗുരുവിന്റെയും കൂടിക്കാഴ്ചയുടെയും 100ാമത് ശതാബ്ദി ആഘോഷം 100 വർഷം ആശ്രമത്തിൽ നടക്കുന്ന മതേതര സംഗമം ഉദ്ഘാടനം ചെയ്യുവാൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആശ്രമ മൈതാനത്തിൽ നമുക്കറിയാം. എന്റെ സർവേശ്വരൻ നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. ആദരണീയനായ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽജി നമ്മുടെ ഈ ആശങ്ക നഗറിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ സർവ്വമത സമ്മേളനം തുടരുകയാണ്. വോളണ്ടിയർമാരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സദസ്യർക്ക് ഉള്ള ഷാളുകൾ അടിയന്തരമായി തന്നെ വിതരണം ചെയ്യേണ്ടതാണ്. സർവ്വമത സമ്മേളനത്തിൽ ആദരണീയനായ നമ്മുടെ പുരോഗത ശ്രേഷ്ഠന്മാരുടെ നിരവധി വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ അവസരത്തിൽ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് ശ്രീ രാഹുൽജിയുടെ പ്രസംഗം കേൾക്കാനാണ്. അദ്ദേഹം വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന വിഭാഗീയതയും വിദ്വേഷവും അത് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ അത് എടുത്ത് പ്രയോഗിക്കുകയും ജനങ്ങളെ വിവിധ തട്ടുകളാക്കിക്കൊണ്ട് സ്വാമിക്കൊപ്പം ഗുരുദേവന്റെയും ഗാന്ധിജിയുടെയും ചിത്രത്തിന് മുകളിൽ പദ്ധതി കൊളുത്തിയതിനു ശേഷം യോഗം നടപടിയിലേക്ക്